നമ്മൾ ഇന്ന് കാണുന്നത് ലാസ്റ്റ് മോഡ്യൂൾ ചാപ്റ്റർ 5 ആണ്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആണ്. ഫേസസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെന്റിൽ ആദ്യം നമുക്ക് എന്താണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് നോക്കാം. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക, അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ലോസസ് എങ്ങനെയൊക്കെ റെഡ്യൂസ് ചെയ്യാം, അതിന് ഇരയായിട്ടുള്ളവരെ വിക്ടിംസ് ആയിട്ടുള്ളവരെ എങ്ങനെയൊക്കെ ഹെൽപ്പ് ചെയ്യാം, അവരെ അതിൽ നിന്ന് എങ്ങനെ റിക്കവറി ചെയ്യാം, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളാണ് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ കാണുന്നത്. ഇപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ചില പ്രോസസ്സ് ഉണ്ട്. അതായത് പ്രിവെൻഷൻ ഉണ്ട്, മിറ്റിഗേഷൻ ഉണ്ട്, അതേപോലെ പ്രിപ്പയർഡ്നെസ്. പ്രിവെൻഷൻ എന്ന് പറഞ്ഞാൽ വരാതിരിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുക. അതിന് വരുവാണെങ്കിൽ തന്നെ അതിൻ്റെ ആ ഡീപ്നെസ് കുറയ്ക്കുക, അതാണ് മിറ്റിഗേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരുങ്ങിയിരിക്കുക, അതാണ് വരാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ എക്സ്ക്യൂസ് മീ അതിനുവേണ്ടി പ്രിപ്പയർ ആകുക, അതാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഇതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് അപ്രോച്ചസ് അല്ലെങ്കിൽ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പണ്ട് കാലത്ത് ട്രഡീഷണലി നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഒരു കാലാമിറ്റി എന്തെങ്കിലും ഒരു ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് വന്നതിന് ശേഷം അതിനകത്ത് റിലീഫ് നൽകുക എന്നുള്ളതാണ് നമ്മൾ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ അതിനകത്ത് ആദ്യം ഇങ്ങനെ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ നേരത്തെ തന്നെ മനസ്സിലാക്കുകയും അവിടെ വരാതിരിക്കാനുള്ള എന്തൊക്കെ മുൻകരുതലുകളാണോ എടുക്കേണ്ടത് അതൊക്കെ എടുക്കുകയും പ്രിപ്പയർ ചെയ്യുകയും അതിൻ്റെ ആഴം കുറയ്ക്കാനായിട്ട് മിറ്റിഗേഷൻ റിഡക്ഷനുള്ള പ്രോസസ്സൊക്കെ ചെയ്യുകയൊക്കെ നമ്മളിന്ന് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ ഡിസാസ്റ്ററും ഓരോ രീതിയിലാണ്. അത് മാൻമെയ്ഡ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നാച്ചുറലി സംഭവിക്കാം. അപ്പോൾ അതിനെ മുൻകൂട്ടി മനസ്സിലാക്കാൻ പറ്റിയാൽ അതിനനുസരിച്ച് നമ്മൾ തയ്യാറാകുകയും അതിൻ്റെ ആഴം കുറയ്ക്കുകയും ചെയ്യുകയൊക്കെയാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് പ്രിവെൻഷൻ ഓഫ് ഡേഞ്ചർ ഓർ ത്രെട്ട് ഓഫ് എനി ഡിസാസ്റ്റർ ഉണ്ട്. അതേപോലെ തന്നെ മിറ്റിഗേഷൻ ഓർ റിഡക്ഷൻ ഓഫ് റിസ്ക്, ഇതിൻ്റെ റിസ്ക് റെഡ്യൂസ് ചെയ്യുക, അതിൻ്റെ കോൺസിക്വൻസസ് അത് റെഡ്യൂസ് ചെയ്യുക. പിന്നെ കപ്പാസിറ്റി ബിൽഡിങ്, ഇതിനകത്ത് നമുക്ക് ഒരിത് വന്നു കഴിഞ്ഞാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ബിൽഡ് ചെയ്യുക, അതിനുവേണ്ടി പ്രിപ്പയർ ആയിട്ടിരിക്കുക, അതിനാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. പിന്നെ പ്രോംപ്റ്റ് റെസ്പോൺസ്, എന്തെങ്കിലും സംഭവിച്ചാൽ ഉടനടി നമ്മൾ അതിനെ റെസ്പോണ്ട് ചെയ്ത് അതിന് വേണ്ട മെഷേഴ്സ് എടുക്കുക. പിന്നെ ഇതിൻ്റെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു അതിനെ മനസ്സിലാക്കി അസസ് ചെയ്യുക. അതേപോലെ തന്നെ ഇവാക്യുവേഷൻ, റെസ്ക്യൂ ആൻഡ് റിലീഫ്, ആദ്യം നമുക്കിപ്പോൾ ഒരുപാട് പോപ്പുലേഷൻ അത് എഫക്റ്റ് ചെയ്യുക, അവിടെ നിന്ന് ഒഴിപ്പിക്കാനായിട്ട് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇനി സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ആവശ്യമായിട്ട് അവരെ വേണ്ട രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുക. പിന്നെ പുനരധിവസിപ്പിക്കുക, റീഹാബിലിറ്റേഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ, ഇതൊക്കെയാണ് നമുക്ക് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇതിനകത്ത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ട് ആണ് ഏറ്റവും കൂടുതൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. എവിടെയാണോ ഈ ഡിസാസ്റ്റർ വരുന്നത് ആ പ്രദേശത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താ പറയുക അവരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആ കമ്മ്യൂണിറ്റീനെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് രക്ഷാപ്രവർത്തനങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതേപോലെ തന്നെ ഇവിടെ ഈ പ്രദേശങ്ങളിൽ ഇങ്ങനെ ഡിസാസ്റ്റർ സാധ്യതയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരെ അതിനായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുക, കപ്പാസിറ്റി ഡെവലപ്പ് ചെയ്യുക. അതേപോലെ അവിടെ എല്ലാ കാര്യങ്ങളെയും കോർഡിനേറ്റ് ചെയ്ത് എല്ലാവരെയും ഒത്തൊരുമിച്ച് സഹകരിപ്പിച്ച് പ്രവർത്തിപ്പിക്കാനായിട്ട് പറ്റണം. പിന്നെ ഇത് ഏതെങ്കിലും ഒരു പ്രദേശമല്ല, നാഷണൽ, ഇൻ്റർനാഷണൽ, റീജിയണൽ ലെവലിലെല്ലാം ഇതിൻ്റെ ഒരു കോർഡിനേഷനും അതിന് വേണ്ട മാനേജ്മെൻറ്റ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് എല്ലാവരുമായിട്ടുള്ളൊരു കോപ്പറേഷനും ആവശ്യമാണ്. ഇനി നമ്മൾ ഇതിൻ്റെ ഫേസസ് ഓർ സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് പറയുന്നത്. അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഈ ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് കാണുന്നത്. ഈ ഫേസസ് ഓഫ് സ്റ്റേജസ് ഓഫ് ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. അതിൻ്റെ ഫേസസിനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ്, എമർജൻസി സ്റ്റേജ് ആൻഡ് പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജ്, ഇങ്ങനെ 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കുന്നതിന് മുൻപ് എന്തൊക്കെ ചെയ്യണം, അതാണ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ സംഭവിക്കുമ്പോൾ എമർജൻസി സിറ്റുവേഷൻ ആണ്, അന്നേരം എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് എമർജൻസി സ്റ്റേജ്. ഡിസാസ്റ്ററിന് ശേഷം ഒരുപാട് നാശനഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, രക്ഷാപ്രവർത്തനമൊക്കെ നടത്തണം. അപ്പോൾ പോസ്റ്റ് ഡിസാസ്റ്റർ സ്റ്റേജിൽ എന്തൊക്കെ ചെയ്യണം, ഇങ്ങനെ 3 ഫേസുകളാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ. ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നത് ഈ 3 സ്റ്റേജസ് ആയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ കാണുന്നത് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് ആണ്. അതിനെ പ്രിപ്പയർഡ്നെസ് എന്ന് പറയും. പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിനെയാണ് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുക. അപ്പോൾ അതിൽ പ്രിപ്പയർഡ്നെസ് അല്ലെങ്കിൽ പ്രീ ഡിസാസ്റ്റർ സ്റ്റേജിൽ 2 ആയിട്ടാണ് തിരിക്കുക. ഒന്ന് പ്രിപ്പയറിംഗ് ഫോർ ഡിസാസ്റ്റർ, പ്രിപ്പയർഡ്നെസ്സും ദെൻ മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്, അതിൻ്റെ ആ ഡിസാസ്റ്ററിൻ്റെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് പിന്നെ മിറ്റിഗേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
അപ്പോൾ അതിനകത്ത് നമ്മൾ ഫസ്റ്റ് പ്രിപ്പയറിംഗ് ഫോർ ഡിസാസ്റ്റർ അല്ലെ പ്രിപ്പയർഡ്നെസ് ആണ് പറയുന്നത്. പ്രിപ്പയറിംഗ് ഫോർ ഡിസാസ്റ്റർ അല്ലെങ്കിൽ പ്രിപ്പയർഡ്നെസ്സിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ നോക്കാം. അപ്പം ഇതിനകത്ത് പ്രിപ്പയർഡ്നെസ്സിൽ മെയിനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് പ്രിപ്പയറിംഗ് ഫോർ ഡിസാസ്റ്റർ, ഒരു ഡിസാസ്റ്റർ വരുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് അത് വരാതിരിക്കാൻ ശ്രമിക്കേണ്ടത്, പിന്നെ വരും എന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ അതിനകത്ത് അത് കുറയ്ക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഉള്ളതാണ് നമ്മളിതിനകത്ത് കാണും. അപ്പോൾ ഒരു ഡിസാസ്റ്ററിൻ്റെ എഫക്റ്റ് റെഡ്യൂസ് ചെയ്യുക, അതിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് പ്രിപ്പയർഡ്നെസ് കൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുൻകൂട്ടി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. ഒരു ഡിസാസ്റ്റർ വരാനുള്ള ചാൻസ് ഉണ്ട്, ഇന്ന് പ്രദേശത്ത് ഇത് എഫക്റ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുണ്ട് എന്ന് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വേരിയസ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യുക അല്ലെങ്കിൽ അതിൻ്റെ മെഷേഴ്സ് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ പ്രിപ്പയർഡ്നെസ്സിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് അടുത്ത് പറഞ്ഞു വെക്കുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് നടത്തുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് increasing the efficiency, effectiveness and impact of disaster emergency response mechanism at the community, national and federation ലെവലാണ്. അപ്പോൾ ഒരു ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള സാധ്യതയുള്ളപ്പം അത് അഫക്റ്റ് ചെയ്യുക ഒരു കമ്മ്യൂണിറ്റീനെയാണ്. ആ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നാഷണൽ ലെവലിൽ അത് എഫക്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഇമ്പാക്റ്റ് എത്രമാത്രം നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും, അത് കുറയ്ക്കുക, അത് ഏറ്റവും എഫക്റ്റീവ്ലിയും എഫിഷ്യൻ്റ്ലിയും കുറയ്ക്കുക എന്നുള്ളതാണ്. അത് കുറയ്ക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഒന്നൊരു വാർണിംഗ് സിസ്റ്റമാണ്. ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആ പ്രദേശത്തുള്ളവരെ അറിയിക്കാൻ ഒരു വാർണിംഗ് സിസ്റ്റം വേണം. അതേപോലെ അവരെ ആ ഒരു വാർണിംഗ് സിസ്റ്റത്തിലൂടെ അവിടെ നിന്ന് അവരെ അലേർട്ട് ആക്കാനും വേണമെങ്കിൽ ഇവാക്യുവേറ്റ് ചെയ്യാനും അവിടെ നിന്ന് അവർ ഒഴിപ്പിക്കാനും നമുക്ക് അവരായിരിക്കുന്ന പ്രദേശത്ത് നിന്ന് ഒഴിപ്പിക്കാനും സാധിക്കും. പിന്നെ ഈ എമർജൻസി റെസ്പോൺസിൽ പറഞ്ഞു വെക്കുന്നത് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, അവർക്ക് ആവശ്യമായിട്ടുള്ള ഈ ഇങ്ങനെയൊന്ന് സംഭവിച്ച് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷനും അവിടെയുള്ളവർക്ക് അതിനായിട്ട് ഒഫീഷ്യൽസിനൊക്കെ അടക്കം അവിടെയുള്ള പോപ്പുലേഷന് ട്രെയിനിങ്ങും കൊടുക്കുക. പിന്നെ ഇതിന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിന് കൃത്യമായിട്ടുള്ള പോളിസിയും പ്രൊസീജിയറും ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് ഒബ്ജക്റ്റീവ്സിൽ ഫസ്റ്റ് വണ്ണിൽ പറഞ്ഞു വെക്കുന്നത്. സെക്കൻഡ് വൺ പറയുന്നു സ്ട്രെങ്തനിങ് കമ്മ്യൂണിറ്റി ബേസ്ഡ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ഇനി അത് ഈ ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശത്തെ അവിടുത്തെ ആ കമ്മ്യൂണിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യുക. അപ്പോൾ അവരാണ് ഒരു ഡിസാസ്റ്റർ സംഭവിച്ചാൽ അതിൽ ഇൻവോൾവ് ആകുന്ന ആൾക്കാർ, രക്ഷാപ്രവർത്തനത്തിൽ ഉൾപ്പെടുന്നവരും എല്ലാം ആ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ആ കമ്മ്യൂണിറ്റീനെ സ്ട്രെങ്തൻ ചെയ്യുക. എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവരെ സ്ട്രെങ്തൻ ചെയ്യാം. ദെൻ തേർഡ് വൺ പറയുന്നത് ഡെവലപ്പിംഗ് ആക്ടിവിറ്റീസ് ദാറ്റ് ആർ യൂസ്ഫുൾ ഫോർ ബോത്ത് അഡ്രസ്സിംഗ് എവറിഡേ റിസ്ക് ആൻഡ് communities face and for responding to disaster situation. ഇനി അതേപോലെ തന്നെ എപ്പോൾ ഒരു ഡിസാസ്റ്റർ വന്നാലും അതിനെ ഫേസ് ചെയ്യാൻ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരെ ഡെവലപ്പ് ചെയ്യുക, അവിടെയുള്ള ആൾക്കാരെ ഡെവലപ്പ് ചെയ്യുക. ഇപ്പം എങ്ങനെ വേണം ഒരു ഡിസാസ്റ്റർ വന്നാൽ ഫസ്റ്റ് എയ്ഡ് എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് രക്ഷാപ്രവർത്തനം ചെയ്യേണ്ടതെന്നതിനെ കുറിച്ചുള്ള എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണൊക്കെ ഇതിനു വേണ്ടി ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചുള്ള നോളജ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. ഇതൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ്. ദെൻ ഡിസാസ്റ്റർ ക്ലാസിഫിക്കേഷൻ ഫോർ പ്രിപ്പയർഡ്നെസ്. ഇനി നമുക്ക് ഡിസാസ്റ്റർ പല രീതിയിലാണ്. അപ്പോൾ അതിന് ഓരോന്നിനും വേണ്ട പ്രിപ്പയർഡ്നെസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഡിസാസ്റ്ററിനനുസരിച്ചായിരിക്കും അതിന് വേണ്ട പ്രിപ്പയർഡ്നെസ്. അപ്പോൾ അതിനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിരിക്കുന്നത് ഡിസാസ്റ്റർ എന്താണോ അതിനനുസരിച്ച് അതിൻ്റെ പ്രിപ്പയർഡ്നെസ് അങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. So classification matter because preparedness, response and risk reduction measures as well as the specialist and agency involved depend on the type of disaster ആണ്. എങ്ങനെയുള്ള ആൾക്കാർ രക്ഷാപ്രവർത്തനത്തിന് ഇൻവോൾവ് ആവേണ്ട ആൾക്കാർ ഡിസാസ്റ്റർ എന്താണോ അതിനനുസരിച്ചുള്ള ആൾക്കാരാണ്. ഇപ്പം വെള്ളപ്പൊക്കം വരുന്നതെങ്കിൽ നീന്തൽ അറിയുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുന്ന ആൾക്കാർ വേണം അതിനകത്ത് ഇൻവോൾവ് ആകാനായിട്ട്. അതേസമയം പിന്നെ എന്താ പറയുക, മണ്ണിടിച്ചിലാണെങ്കിൽ അതിന് ആ ഒരു പ്രദേശത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ അറിയുന്ന ആൾ വേണം. കൊടുങ്കാറ്റാണെങ്കിൽ അതിനനുസരിച്ച്. അപ്പോൾ എന്ത് ഡിസാസ്റ്റർ ആണോ അതിനനുസരിച്ച് ട്രെയിനിങ് കിട്ടിയ അറിയുന്ന ആൾ വേണം അതിനകത്ത് ഇൻവോൾവ് ആകാൻ. അതുകൊണ്ടാണ് ഡിസാസ്റ്ററിനെ നമ്മൾ അതിൻ്റെ സ്വഭാവ സവിശേഷതയ്ക്ക് അനുസരിച്ച് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യുക. ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് വേണം പ്രിപ്പയർഡ്നെസ് നടപ്പാക്കാനായിട്ട്. അപ്പോൾ ആ ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? ഒന്ന് ഹസാർഡ്സ് കോസിങ് ഡിസാസ്റ്റർ. ചില ഡിസാസ്റ്റർ ഭയങ്കരമായിട്ടുള്ള എന്താ പറയുക ഹസാർഡ്സ് നമ്മളെ എന്താ പറയുക കൂടുതലായിട്ട് അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ ഉള്ള ഡിസാസ്റ്റേഴ്സ് ആയിരിക്കും. അപ്പം
എന്തൊക്കെയാണ് അങ്ങനെയുള്ള ഡിസാസ്റ്റേഴ്സ് നോക്കാം. അക്കോർഡിംഗ് ടു ദ കോസ് ആർ നെയിംഡ് ആഫ്റ്റർ ഹസാർഡ്. ഒരു ഹസാർഡ് സംഭവിച്ച് അത് എത്രമാത്രം ദുരന്തം വിധിച്ചു അല്ലെങ്കിൽ കോൺസിക്വൻസ് എന്തൊക്കെയാണ് അതിനനുസരിച്ചാണ് അതിന് നമ്മൾ ഇന്ന ഗ്രൂപ്പിലാണ് പറയുക. അപ്പോൾ അത് എർത്ത് ക്വേക്ക്, ഫ്ലഡ്, സൈക്ലോൺ അങ്ങനെയുള്ളത് ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ വന്നതിന് ശേഷം അത് എത്രമാത്രം എഫക്റ്റ് ചെയ്തു എന്ന് നോക്കിയിട്ട് അതിൻ്റെ കോൺസിക്വൻസ് നോക്കിയിട്ട് നമ്മളത് എന്താ പറയുക ഡിസാസ്റ്റർ ആണ് അല്ലെങ്കിൽ ഹസാർഡാണ് എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യും. ദെൻ അടുത്തത് സെക്കൻഡ് വൺ സ്പീഡ് ഓൺ ഓൺസെറ്റ് ആണ്. ഇത് സംഭവിക്കുന്നതിൻ്റെ സ്പീഡിനനുസരിച്ച്. അപ്പോൾ റാപ്പിഡ് ഓൺസെറ്റ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, പെട്ടെന്ന് സഡൻ ആയിട്ട് വരുന്ന ഡിസാസ്റ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് ആ ഡിസാസ്റ്റർ വരികയും നമ്മുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ എല്ലാ രീതിയിലും നമ്മൾ ഡിസ്ട്രോയ് ചെയ്യപ്പെടും. ലൈഫിനെ എഫക്റ്റ് ചെയ്യും, ഇക്കണോമിക് സ്ട്രക്ചേഴ്സ് ഇതെല്ലാം ഡിസ്ട്രോയ് ചെയ്യപ്പെടുന്ന പെട്ടെന്ന് വരുന്ന. അതും എർത്ത് ക്വേക്സും ഫ്ലഡ്സും ഒക്കെ തന്നെയാണ്. പക്ഷെ അത് നമ്മൾ എന്താ പറയുക വരുമെന്ന് പ്രതീക്ഷിക്കുന്നതിന് മുമ്പ് പെട്ടെന്ന് സംഭവിക്കും. സ്ലോ ഓൺസെറ്റ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, പതുക്കെ സ്ലോലി വന്ന് പോകുന്ന ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ അതിനകത്ത് മെയിൻലി ഉള്ളത് ഒന്ന് എൻവയോൺമെന്റ് ഡീഗ്രഡേഷൻ ആണ്. അതായത് മണ്ണിന്റെ ഫലപുഷ്ടിയൊക്കെ നഷ്ടപ്പെടുന്ന പെട്ടെന്ന് ഒരു ദിവസം നഷ്ടപ്പെടുന്നതല്ല, നമ്മുടെ പല പല ആക്ടിവിറ്റീസ് മൂലമാണ് ഡീഗ്രഡേഷൻ വരുന്നത്. പിന്നെ ഡീഫോറസ്റ്റേഷൻ, ഡെസേർട്ടിഫിക്കേഷൻ, അങ്ങനെ നമ്മുടെ മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്ന ഡീഫോറസ്റ്റേഷൻ. അത് കുറേ കാലം കഴിയുമ്പം അത് എന്താ പറയുക ഡെസേർട്ടിന് തുല്യമാണ്. അപ്പോൾ ഡെസേർട്ടിഫിക്കേഷൻ അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഫാമിൻ, അപ്പോൾ പിന്നെ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ വരുന്നതൊക്കെ പതുക്കെ പതുക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ളത് സ്ലോ ഓൺസെറ്റ് ഡിസാസ്റ്റേഴ്സ്. അപ്പോൾ ഇങ്ങനെയും സ്പീഡിൻ്റെ അനുസരിച്ച് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. പിന്നെ ആക്ട് ഓഫ് നാച്ചർ ഓർ ആക്ട് ഓഫ് ഹ്യൂമൻ. ചില ഡിസാസ്റ്റർ നാച്ചുറലി സംഭവിക്കുന്നതാണ്. ഇപ്പോൾ ഫ്ലഡ്, ഡ്രെഡ്, വേവ്സ് വരുന്നതൊക്കെ നാച്ചുറലി സംഭവിക്കുന്നതാണ്. അതേസമയം പിന്നെ എന്താ പറയുക പൊല്യൂഷൻസ്, ആക്സിഡൻസ്, കെമിക്കൽ ഇൻഡസ്ട്രി മൂലമുള്ളത് ഇങ്ങനെയുള്ളതൊക്കെ മാൻമെയ്ഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ ഇങ്ങനെയാണ് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഹസാർഡ്സ് കോസിങ് ഡിസാസ്റ്റേഴ്സ് ഉണ്ട്, സ്പീഡിനനുസരിച്ചുണ്ട്, പിന്നെ ആക്ട് ഓഫ് നാച്ചർ അല്ലെങ്കിൽ ഹ്യൂമൻ മെയ്ഡ് അങ്ങനെയുള്ള രീതിയിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഡിസാസ്റ്ററിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ദെൻ അടുത്തത് പറഞ്ഞു വെക്കുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് മെഷേഴ്സ് ആണ്. എങ്ങനെയാണ് ഈ ഡിസാസ്റ്ററിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്തൊക്കെ മെഷേഴ്സാണ് നമ്മൾ എടുക്കേണ്ടത്? നമ്മൾ ഡിസാസ്റ്ററിന് വേണ്ടിയിട്ട് ഡിസാസ്റ്റർ സംഭവിക്കാൻ സാധ്യതയുണ്ട്, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യണം, മുൻകരുതലെടുത്ത് അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അതിനുവേണ്ടി എന്തൊക്കെ മെഷേഴ്സിലൂടെയാണ് നമുക്ക് പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റുക? അപ്പോൾ ഫസ്റ്റ് വൺ പറയുന്നത് മെഷേഴ്സ് പറയുമ്പോൾ നമ്മൾ ആദ്യം ഇതിൻ്റെ ഈ ഹസാർഡിൻ്റെ സവിശേഷതകൾ മനസ്സിലാക്കണം. അത് സംഭവിക്കാനുള്ള സാധ്യതകൾ, ഫ്രീക്വൻസി, പല എന്താ പറയുക പെട്ടെന്ന് സംഭവിക്കുന്നതാണോ അതോ വല്ലപ്പോഴും സംഭവിക്കുന്നതാണോ, അതേപോലെ ഏത് കമ്മ്യൂണിറ്റീനെയാണ് ഇത് എഫക്റ്റ് ചെയ്യുക, ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് കൂടുതലായിട്ട് ഇങ്ങനത്തെ ഡിസാസ്റ്റേഴ്സ് വരുന്നത്, അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറിനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം പ്രിപ്പയർനെസ്സിന് മുമ്പ്. പിന്നെ ഇത് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന മെഷേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഹസാർഡ് സോണേഷൻ മാപ്പാണ്. ഈ ഹസാർഡ് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങളെ കുറിച്ചുള്ള ഒരു മാപ്പ് നമ്മുടെ അടുത്ത് ഉണ്ടാവണം. അത് ഈ ഹസാർഡ് പല പ്രാവശ്യം വന്നതായിരിക്കും. ഹസാർഡ് സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ മുൻകൂട്ടി നമുക്ക് അറിയാൻ പറ്റും. അപ്പം അങ്ങനെ ഇതിനു മുൻപ് ഹസാർഡ് സംഭവിച്ച സ്ഥലങ്ങൾ, സംഭവിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, ഇതൊക്കെ ആ സോണുകളൊക്കെ ഏതൊക്കെ പ്രദേശമാണെന്നുള്ളത് നമ്മൾ മാപ്പ് ചെയ്യാം. അപ്പോൾ ഹസാർഡ് സോണേഷൻ മാപ്പ് നമ്മളെ പ്രിപ്പയർനെസ്സിന് സഹായിക്കും. ഇന്ന പ്രദേശത്ത് 10 വർഷം മുമ്പ് ഇന്നൊരു സിറ്റുവേഷൻ, ഇന്ന എന്താ പറയുക വെതർ സിറ്റുവേഷനിൽ ഇന്ന ഹസാർഡ് സംഭവിച്ചിട്ടുണ്ട്, അങ്ങനെയാണ് ഇപ്പോൾ ഏകദേശം ആ വെതറാണ്, അപ്പോൾ ഒരു ഹസാർഡ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കത് മാപ്പ് ചെയ്യാനായിട്ട് മാപ്പിലൂടെ നമുക്കത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഹസാർഡ് സോണേഷൻ മാപ്പ് ഏതൊക്കെ പ്രദേശങ്ങളിൽ, ഏതൊക്കെ സോണുകളിൽ, ഏതൊക്കെ സ്ഥലത്ത് ഈ ഹസാർഡുകൾ സംഭവിച്ചിട്ടുണ്ട്, അതിനുവേണ്ടി നമുക്ക് എന്തൊക്കെ പ്രിപ്പറേഷനാണ് ആവശ്യമെന്ന് മുൻകൂട്ടി നമുക്ക് ഇനി വരാൻ സാധ്യതയുണ്ടോ, എന്തൊക്കെ പ്രിപ്പറേഷനാണ് വേണ്ടതെന്നൊക്കെ മനസ്സിലാക്കാൻ ഹസാർഡ് സോണേഷൻ മാപ്പ് നമ്മളെ സഹായിക്കും. അപ്പോൾ ഹസാർഡ് സോണേഷൻ മാപ്പ് എന്ന് പറയുമ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പുകളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ബാത്തിമെട്രിക് മാപ്പ് ഉണ്ട്. ബാത്തിമെട്രിക് മാപ്പ് എന്ന് പറയുന്നത് അതിനകത്ത് ഓഷ്യൻ ഫ്ലോറിൽ അതിനെക്കുറിച്ചാണ് ഈ മാപ്പിൽ നമുക്ക് അറിയാൻ പറ്റുക. അതായത് ഓഷ്യൻസിൽ എന്തൊക്കെ ഫ്ലഡ്സ് വരാനുള്ള ചാൻസ് ഉണ്ടോ, സ്ട്രോം വരാനുള്ള ചാൻസ് ഉണ്ടോ, പിന്നെ അതിൻ്റെ ഡെപ്ത്, സ്ലോപ്പ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ മാപ്പിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുക.
ദെൻ ഡെസർട്ടിഫിക്കേഷൻ മാപ്പ് ഉണ്ട്. അതിൽ നിന്ന് നമുക്ക് ഡെസർട്ടിഫിക്കേഷൻ എവിടെയൊക്കെയാണ് ഫോറസ്റ്റ് നമ്മൾ വെട്ടി നശിപ്പിച്ച് ഡീഫോറസ്റ്റേഷൻ നടത്തിയതിൻ്റെ ഭാഗമായിട്ട് ഡെസർട്ടിഫിക്കേഷനിലേക്ക് വരാൻ ചാൻസ് ഉള്ളതെന്ന് ഈ മാപ്പിൽ നിന്ന് അറിയാനായിട്ട് പറ്റും. ദെൻ അടുത്ത തേർഡ് വൺ എപ്പിസെന്റർ മാപ്പാണ്. എപ്പിസെന്റർ മാപ്പിലൂടെ എർത്ത് ചാൻസുകൾ ഈ ലൊക്കേഷൻസ് ആണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും, എർത്ത് സംഭവിക്കുന്ന ലൊക്കേഷൻസ്. ദെൻ ഫോൾട്ട് മാപ്പിലൂടെ ഇതിനകത്ത് നമുക്ക് കൂടുതലായിട്ട് അതും എർത്ത് സോണുകളാണ്, എർത്തിന്റെ മൂവ്മെന്റ് എർത്ത് പ്രദേശങ്ങൾ സാധ്യതയുള്ള സോണുകളാണ് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ ഫ്ലാഷ് ഫ്ലഡ് മാപ്പ് ഉണ്ട്. പെട്ടെന്ന് ഫ്ലഡ് വരുന്ന സാധ്യതാ പ്രദേശങ്ങൾ, തീരപ്രദേശങ്ങളൊക്കെയാണ് പെട്ടെന്ന് ഫ്ലഡ് വരുന്നത്. നമ്മൾ ക്ലാസ്സിൽ അതിന് മുമ്പ് കണ്ടതാണ്. അപ്പോൾ അതായത് തീരപ്രദേശങ്ങളുള്ളവർത്തൊക്കെ പെട്ടെന്ന് വെള്ളം പൊങ്ങും. അതേപോലെ തന്നെ പിന്നെ ഉണങ്ങി വരണ്ട് കിടക്കുന്ന പ്രദേശങ്ങളിൽ മണ്ണ് വെള്ളം പെട്ടെന്ന് അതിനകത്ത് വലിഞ്ഞു പോകില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വെള്ളം പോകും. അങ്ങനെയുള്ള പ്രദേശങ്ങളെ കാണിക്കുന്നതാണ് ഫ്ലാഷ് ഫ്ലഡ് മാപ്പ് എന്ന് പറയുന്നത്. പിന്നെ ഫ്ലഡ് പ്ലെയിൻ മാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് റിവേഴ്സ് അതേപോലെ തന്നെ ചാനൽ, സ്ട്രീംസ് ഇതൊക്കെയാണ് ഫ്ലഡിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇതിനകത്ത് കാണിക്കുക. ലാൻഡ് സ്ലൈഡ് മാപ്പ്, മണ്ണിടിച്ചിലിന് സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഈ മാപ്പിൽ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ജിയോളജിക്കലി ഏതൊക്കെ പ്രദേശങ്ങളിലാണ് കൂടുതലായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടാവാൻ സാധ്യതയുള്ളത്. പിന്നെ മാക്സിമം ഒബ്സർവ്ഡ് ഇന്റൻസിറ്റി മാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഓരോ എർത്ത് മൂലം ഡാമേജസ് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളാണ് ഇതിനകത്ത് വരും. ദെൻ സെസ്മോ ടെക്ടോണിക് മാപ്പ്, ഇതിനകത്ത് സെസ്മിക് സോൺ അതായത് ഭൂകമ്പമൊക്കെ വരാനുള്ള ചാൻസ് ഉള്ള പ്രദേശങ്ങളാണ് ഈ മാപ്പിൽ നമുക്ക് അറിയാനായിട്ട് പറ്റും. പിന്നെ സ്ട്രോം സർജ് മാപ്പ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ട് ശക്തമായ കൊടുങ്കാറ്റടിക്കാൻ സാധ്യതയുള്ള പ്രദേശങ്ങൾ, മണ്ണ് സോയിൽ ഇറോഷൻ വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെയാണ് ഇതിനകത്ത് അറിയാൻ പറ്റും. പിന്നെ വോൾക്കാനോ മാപ്പ്, വോൾക്കാനോസ് എവിടെയൊക്കെയാണ്, അത് എങ്ങനെയൊക്കെയാണ് ഇറപ്ഷനുള്ള സാധ്യതയുള്ള പ്രദേശങ്ങളൊക്കെയാണ് അറിയാൻ പറ്റും. പിന്നെ വിൻഡ്സ്ട്രോം മാപ്പ് ഉണ്ട്. അതിനകത്ത് വിൻഡിന്റെ ഡയറക്ഷനും അത് കൊടുങ്കാറ്റാനുള്ള സാധ്യതയും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ മാപ്പിൽ നിന്ന് അറിയാനായിട്ട് സാധിക്കുക. അപ്പം ഇങ്ങനെ ഡിഫറെൻറ്റ് സോണേഷൻ മാപ്പ്, ഏതൊക്കെ സോണുകളിൽ എന്തൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ടെന്ന് അറിയാനുള്ള മാപ്പുകളുണ്ട്. അതിന് ഓരോ തരത്തിലുള്ള ഡിസാസ്റ്ററിനും ഓരോ മാപ്പുകൾ ഉണ്ട്. അപ്പോൾ ആ ഡിസാസ്റ്റർ സംഭവിക്കാനുള്ള ചാൻസുകളെ പറ്റി, ഇതുവരെ സംഭവിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഇനി സംഭവിക്കാനുള്ള ചാൻസിനെ പറ്റിയൊക്കെ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് മെഷേഴ്സിൽ. ദെൻ സെക്കൻഡ് വൺ ഡിസാസ്റ്റർ ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ് ആണ്. അപ്പോൾ ഇതിനകത്ത് പ്രിപ്പയർനെസ്സിൽ സെക്കൻഡ് മെഷർ പറയുന്നത് ഡിസാസ്റ്റർ ഫോർകാസ്റ്റിംഗ് ആൻഡ് വാർണിംഗ്. അപ്പം നമുക്ക് ഒരു കാര്യം മുൻകൂട്ടി ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് വാർണിംഗ് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഡിസാസ്റ്റർ വരാൻ, ഏതെങ്കിലും ഒരു ഹസാർഡോ ഡിസാസ്റ്ററോ വരാൻ ചാൻസ് ഉണ്ട് എന്ന് മുൻകൂട്ടി അറിയാൻ പറ്റണം. അത് അറിയണമെങ്കിൽ അത് മെഷർ ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റുകൾ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പോൾ വെതർ ഫോർകാസ്റ്റിംഗ് മെഷീൻസിലൂടെ വെതറിൽ കാലാവസ്ഥയിൽ വരുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് മഴ കൂടുതൽ പെയ്യാൻ, വെള്ളപ്പൊക്കം ഉണ്ടാകാൻ, അല്ലെങ്കിൽ മഴയില്ലാതെ വരൾച്ച ഉണ്ടാകാൻ, ഇങ്ങനെയുള്ള സാധ്യതകളെ പറ്റി നമുക്ക് ഫോർകാസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് വാർണിംഗ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ പ്രിപ്പയർനെസ്സിൽ ഒരു മെഷർ അതാണ്. അപ്പോൾ നമുക്ക് ഈ വാർണിംഗ് ഇൻഫോർമേഷൻ കൊടുക്കാനായിട്ട് നമ്പർ ഓഫ് സോഴ്സസ് ഉണ്ട്. മെറ്ററോളജിക്കൽ ഓഫീസസ് ഉണ്ട്, മിനിസ്ട്രി ഓഫ് ഹെൽത്തിൽ, അതേപോലെ തന്നെ അഗ്രികൾച്ചർ, ഈ മേഖലകളിലൊക്കെ ഇതിനുള്ള വേരിയസ് ഫെസിലിറ്റീസ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ടെക്നിക്കുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് വാർണിങ്സുകൾ കിട്ടും. അപ്പോൾ ആ വാർണിംഗ് നമുക്ക് പൊതുജനങ്ങൾക്ക്, ഈ പ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് നമുക്ക് അതിൻ്റെ ഇൻഫോർമേഷൻ കൊടുക്കുകയും അവരെ അലേർട്ടാക്കി ഇരുത്താനും അതിനനുസരിച്ച് ഇതിൻ്റെ തീവ്രത കുറയ്ക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി ഇതിനകത്ത് അലേർട്ട്നെസ് അല്ലെങ്കിൽ വാർണിംഗ് കൊടുക്കുന്ന സമയത്ത് ലോക്കൽ നെറ്റ്വർക്കിലേക്ക് എല്ലാവരും ഉള്ള പ്രദേശങ്ങളിൽ ഇത് എത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കണം. അവരിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്താ പറയുക സിസ്റ്റത്തിലൂടെ വേണം ഇത് കൊടുക്കാനായിട്ട്. ലോക്കൽ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കണം. പിന്നെ ഈ എന്താ പറയുക എല്ലാവർക്കും ചിലപ്പോൾ നമ്മൾ ഇപ്പോൾ ന്യൂസ് പേപ്പറിൽ കൊടുത്തു അത് എല്ലാവരിലേക്കും എത്തണം എന്നില്ല. അപ്പോൾ എല്ലാവരിലേക്ക് എത്തുന്ന നെറ്റ്വർക്ക് സിസ്റ്റം ഏതാണോ അതിലൂടെ വേണം ഇൻഫോർമേഷൻ അവരെ വാർണിംഗ് കൊടുക്കാനായിട്ട്. ദെൻ തേർഡ് മെഷർ എന്ന് പറയുന്നത് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് പ്ലാൻ ആണ്. അപ്പോൾ ഡിസാസ്റ്റർ പ്രിപ്പയർനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ തയ്യാറാക്കണം. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് പ്രിപ്പയർനെസ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഡിസാസ്റ്ററിൽ എങ്ങനെയൊക്കെ ചെയ്യണം, പെട്ടെന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പ്ലാൻ നമ്മുടെ കയ്യിൽ
ഉണ്ടാവണം. പിന്നെ ഒരു എന്താ പറയുക, ദുരന്തം വന്നു കഴിഞ്ഞാൽ അത് ഒരുപാട് പേരെ എഫക്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഏറ്റവും പെട്ടെന്ന് രക്ഷാപ്രവർത്തനവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രിപ്പയർനെസ് പ്ലാൻ, ഇതിന് നമ്മൾ എന്തൊക്കെ നമ്മൾ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായുള്ള പ്ലാൻ നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പോൾ ഇതിനകത്ത് പ്രിപ്പയർനെസ് പ്ലാനിങ്ങിനകത്ത് നമുക്ക് ഏതൊക്കെയാണ് ഇതിനകത്ത് രക്ഷാപ്രവർത്തനത്തിൽ ഇൻവോൾവ് ആവേണ്ട ആൾക്കാർ, ആരെയൊക്കെയാണ് അറിയിക്കേണ്ടത്, ഇതിൻ്റെ പോളിസികൾ എന്താണ്, പ്രൊസീജിയർ എന്താണ്, ആ കാര്യങ്ങളൊക്കെ കുറിച്ചൊക്കെ ഒരു നോളജ് ഉണ്ടാവണം. പിന്നെ ഡിസാസ്റ്റർ റെസ്പോൺസ് പ്ലാൻ ഉണ്ട്, റെസ്പോൺസ് പ്ലാനും ഉണ്ട്, അതേപോലെ കണ്ടിൻജൻസി പ്ലാനും ഉണ്ട്. റെസ്പോൺസ് പ്ലാനിൽ ഇതിനകത്ത് ഐഡൻറ്റിഫൈങ് ഡിസാസ്റ്റർ റിസ്ക്, vulnerability, impact, organizational resources and capacity, determining roles and responsibility, developing policy and procedure, planning activity, ഇതൊക്കെയാണ്. അതായത് ഇതിനകത്ത് എത്രമാത്രം റിസ്ക് ഉണ്ട്, ഇത് എത്രമാത്രം ഇവരെ എഫക്റ്റ് ചെയ്യും, എത്രമാത്രം എന്താ പറയുക ദുരന്തമാണ് ഇത് വിതയ്ക്കുന്നത്, അതേപോലെ എന്താണ് ഇവിടുത്തെ ഇതിനെ ഓവർകം ചെയ്യാനുള്ള റിസോഴ്സസ്, കപ്പാസിറ്റി എത്രമാത്രം ഉണ്ട്, ഓരോരുത്തരും പ്ലേ ചെയ്യേണ്ട റോൾ എന്താണ്, ഓരോരുത്തരുടെ റെസ്പോൺസിബിലിറ്റി എന്താണ്, അല്ലേ? ഓരോ ഒഫീഷ്യൽസൊക്കെ ഉണ്ടാകും, അവരുടെയൊക്കെ റോളും റെസ്പോൺസിബിലിറ്റീസും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതേപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തൊക്കെയാണ് ഇതിൻ്റെ റെസ്പോൺസ് പ്ലാനിൽ പറയാം. പിന്നെ കണ്ടിൻജൻസി പ്ലാൻ ഉണ്ട്. കണ്ടിൻജൻസി പ്ലാനിൽ നമ്മൾ ഒരു എന്താ പറയുക, ഇത് ഇങ്ങനെ ഒരു ഇവൻറ്റ് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ചെയ്യാന്നുള്ളതാണ് കണ്ടിൻജൻസി പ്ലാൻ പറഞ്ഞു വെക്കുന്നത്. അപ്പം നമ്മൾക്ക് മുൻകൂട്ടി ഒരു പ്ലാൻ എന്തൊക്കെ ചെയ്യണം എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു പ്ലാൻ ഉണ്ടാവണം. ദെൻ അടുത്ത മെഷർ എന്ന് പറയുന്നത് ലാൻഡ് യൂസിങ് സോണിങ് ആണ്. ലാൻഡ് യൂസ് സോണിങ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയുടെ പ്രത്യേകതയ്ക്ക് അനുസരിച്ച് എല്ലാ പിന്നെ മണ്ണും ഒരുപോലെയല്ല. ചിലത് എന്താ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുണ്ട്, സ്ട്രോങ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട്. അപ്പോൾ ചില സ്ഥലത്ത് ബിൽഡിങ്ങുകളെ പണിയാൻ പറ്റും, ചില സ്ഥലത്ത് പറ്റില്ല. ചിലടത്ത് ഇൻഡസ്ട്രികൾ തുടങ്ങാനായിട്ടുള്ള പ്രദേശങ്ങളുണ്ട്, ചിലയിടത്ത് അഗ്രികൾച്ചർ സോണാണ്. അപ്പോൾ അഗ്രികൾച്ചർ സോണുകളിൽ പോയിട്ട് നമ്മൾ എന്താ പറയുക കെമിക്കൽ ഇൻഡസ്ട്രീസ് തുടങ്ങാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ലാൻഡ് യൂസ് സോണിങ്, ഓരോ ഭൂമിയും ഭൂപ്രദേശങ്ങൾ എന്തിനാണോ ഉപയോഗിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കൂടുതലായിട്ട് ഡിസാസ്റ്റേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ലാൻഡ് യൂസ് സോണിങ് കൃത്യമായിട്ട് ഓരോ കാര്യങ്ങൾ എന്തിനാണ് എന്നുള്ളതിന് അനുസരിച്ച് നമ്മുടെ ആ പ്രകൃതിയുടെ അനുസരിച്ച് വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം ഇതിനകത്ത് ലാൻഡ് അതിനനുസരിച്ച് കൃത്യമായിട്ട് തരംതിരിച്ച്, ഇപ്പോൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രിയൽ, റിക്രിയേഷണൽ, റെസിഡൻഷ്യൽ, ഇങ്ങനെ ഏരിയനെ ഓരോന്നും തരംതിരിച്ച് അതിനനുസരിച്ച് മാത്രമേ ലാൻഡ് എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ലാൻഡ് യൂസ് സോണിങ് പറയുന്നത്. ദെൻ ഡിസാസ്റ്റർ പ്രിപ്പയർമെൻറ്റ് മെഷേഴ്സിൽ അടുത്തത് പറഞ്ഞു വെക്കുന്ന പ്രിപ്പയർനെസ് ത്രൂ IEC ആണ്. IEC ഇൻഫോർമേഷൻ, എഡ്യൂക്കേഷൻ, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ നമുക്ക് ഒരു ഡിസാസ്റ്റർ സംഭവിക്കാൻ പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻ അവിടെയുള്ള എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കണം. അപ്പോൾ ഇൻഫോർമേഷൻ എല്ലാവരിലേക്കും എത്തിക്കുക. അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കമായിട്ടുള്ള എഡ്യൂക്കേഷൻ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്, എങ്ങനെയാണ് രക്ഷപ്പെടാൻ പറ്റുക, ഇങ്ങനെയുള്ള ട്രെയിനിങ്ങും എഡ്യൂക്കേഷനും അവരിലേക്ക് എത്തിക്കണം. അതിൻ്റെ ഓരോ അപ്ഡേറ്റ്സും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് പ്രിപ്പയർനെസ്സിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെഷേഴ്സ്. ഒരു വരാൻ സാധ്യതയുണ്ടെന്നുള്ള ഇൻഫോർമേഷൻ, വരുമ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചുള്ള എഡ്യൂക്കേഷൻ, അതേക്കുറിച്ച് ഓരോ സമയത്ത് അലേർട്ടായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള വാർണിങ്സ് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഇതൊക്കെ ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇതാണ് പ്രിപ്പയർനെസ് ത്രൂ IEC പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് മെഷേഴ്സ്. അപ്പം നമ്മൾ പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ് പറഞ്ഞു വെക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ ഫേസസിൽ 3 ഫേസസിൽ ഫസ്റ്റ് പ്രീ ഡിസാസ്റ്റർ സ്റ്റേജ് അല്ലെങ്കിൽ പ്രിപ്പയർനെസ് ആണ് പറഞ്ഞു വെക്കുന്നത്. പ്രിപ്പയർനെസ്സിൽ 2 ആയിട്ടാണ് പറഞ്ഞത്, പ്രിപ്പയറിങ് ഫോർ ഡിസാസ്റ്ററും പ്രിപ്പയർനെസ്സും ദെൻ മിറ്റിഗേഷനും. അപ്പോൾ നമ്മൾ ഡിസാസ്റ്റർ വരുമ്പോൾ വരാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ആയിട്ടിരിക്കുക. അതേപോലെ തന്നെ അത് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത് പറഞ്ഞത്. അതാണ് പറഞ്ഞു വെക്കുന്നത് B, മിറ്റിഗേഷൻ. മിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ അതിനെ റെഡ്യൂസ് ചെയ്യുക. അപ്പം നമുക്ക് ഒരു ഡിസാസ്റ്റർ വരുമ്പോൾ അതുമൂലം ഉണ്ടാകുന്ന റിസ്ക്കും അതിൻ്റെ എന്താ പറയുക അതുമൂലം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നതൊക്കെ വളരെ ഹൈ ആകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ അങ്ങനെ സംഭവിക്കാതെ റെഡ്യൂസ് ചെയ്യാമെന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് മിറ്റിഗേഷൻ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഒരു ഡിസാസ്റ്ററിന് ഉള്ള സാധ്യതയുണ്ടെന്ന് ഉറപ്പാകുമ്പോൾ അതിൻ്റെ അളവ്, അതിൻ്റെ ഡീപ്നെസ് കുറയ്ക്കാനായിട്ട്, മിറ്റിഗേറ്റ് ചെയ്യാനായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. ഫസ്റ്റ് വൺ പറയുന്നത് ഡിസാസ്റ്റർ റെസിസ്റ്റൻറ്റ് ഹൗസ് കൺസ്ട്രക്ഷൻ ആണ്.
അതായത് ഡിസാസ്റ്റർ വന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു ഭൂമി കുലുക്കം വന്നു കഴിഞ്ഞാൽ ഇടിഞ്ഞു വീഴാത്ത രീതിയിലുള്ള വീടുകൾ കൺസ്ട്രക്ട് ചെയ്യുക, ഒരു കൊടുങ്കാറ്റ് വന്നാൽ തകർന്നു പോകാത്ത രീതിയിലുള്ള ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ ഡിസാസ്റ്ററിനെ റെസിസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കൺസ്ട്രക്ഷൻസ് ആയിരിക്കണം, ഉറപ്പുള്ള കൺസ്ട്രക്ഷൻസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമത് പോപ്പുലേഷൻ റിഡക്ഷൻ ഇൻ വൂൾണറബിൾ ഏരിയാസ്, ദുരന്തം വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ, ഡിസാസ്റ്റേഴ്സ് വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ അവിടെയുള്ള ജനസംഖ്യ കൂടുതലാണെങ്കിൽ അവരുടെ എന്താ പറയുക ആ ഒരു പോപ്പുലേഷൻ ഡെൻസിറ്റി കുറയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഒരുപാട് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഏരിയയിൽ ഡിസാസ്റ്റർ വന്നു കഴിയുമ്പോൾ അത്രയും പേരുടെ ലൈഫിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള പ്രദേശത്താണ് ഡിസാസ്റ്റർ വരാൻ സാധ്യതയെങ്കിൽ അവരെ അവിടെ നിന്ന് മാറ്റി പാർപ്പിക്കുക, അവിടെയുള്ള പോപ്പുലേഷനെ റെഡ്യൂസ് ചെയ്യുക. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എന്താ പറയുക ഡിസാസ്റ്റർ വരുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് നമുക്ക്, ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഒരു പരിധി വരെ റെഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് മിറ്റിഗേഷനിൽ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടത് പ്രീ ഡിസാസ്റ്റർ ആണ്, മാനേജ്മെൻ്റ് ആണ്. പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഡിസാസ്റ്ററിന് മുമ്പ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അതിന് പ്രിപ്പയർഡ്നെസ് എന്ന് പറയുന്നത്. ഡിസാസ്റ്റർ വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഡിസാസ്റ്ററിന് മുന്നേ നമ്മൾ എന്തൊക്കെയാണ് ഒരുങ്ങേണ്ടത്, മെയിൻലി അതിൻ്റെ വാർണിംഗ് സിസ്റ്റം, എല്ലാവർക്കും അതിൻ്റെ വാർണിംഗ് കൊടുക്കുക, എഡ്യൂക്കേറ്റ് ചെയ്യുക, ട്രെയിനിങ് ചെയ്യുക, എന്ത് രക്ഷാപ്രവർത്തനം എങ്ങനെ ചെയ്യണം എന്നതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെയാണ് നമ്മളിതിനകത്ത് മെയിനായിട്ട് ചെയ്യേണ്ടത്. പിന്നെ റെഡ്യൂസ് ചെയ്യാനുള്ളതാണ് മിറ്റിഗേഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിതിനകത്ത് കാണുന്നത്.